നോക്കൂ, ഈ തെരഞ്ഞെടുപ്പല്ല 2021 കേരള നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് അതിൻ്റെ തുടക്കം മുതൽ ഒരു ഘട്ടത്തിലും ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന് സർവേകൾക്ക് മുൻപ് ഒരു പ്രതീതിയും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം റിസൾട്ടിന് വെയിറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരാണ്, മുഖ്യമന്ത്രി വകുപ്പ് മന്ത്രിമാർ ആരൊക്കെയാണ്, അവരുടെ വസതികൾ ഏതൊക്കെയായിരിക്കണം, അവരെ സഹായിക്കുന്നതിനും അവരുടെ മറ്റു കാര്യങ്ങൾ നിർവഹിക്കുന്നതിനും വേണ്ടുന്ന മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെ അടക്കം അനൗദ്യോഗികമായി തീരുമാനിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കോൺഗ്രസിന് ഇരുട്ടത്ത് കിട്ടിയ അടിയാണ് 2021 നിയമസഭാ റിസൾട്ട്. നമുക്കെല്ലാവർക്കും അറിയാം, 99 സീറ്റ് നേടി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിലെത്തി. അതിനെ ഇപ്പോൾ കോൺഗ്രസ്സുകാർ ബോധപൂർവം, അല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നിരീക്ഷകർ ബോധപൂർവം മറച്ചു പിടിക്കുകയാണ്. ഇപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് ഈ രൂപത്തിൽ ഞങ്ങൾ രംഗം വിട്ടോ എന്ന ചോദ്യം പോലും ആങ്കറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള ഈ ഉണ്ടാക്കി തീർക്കുന്ന ഗിമിക്കാണ്. ഇവിടെ ഒരു നരേറ്റീവ് സൃഷ്ടിക്കുകയാണ്. ഞങ്ങളിതാ അധികാരത്തിൽ വരാൻ വേണ്ടി പോവുകയാണ്, ഞങ്ങളിൽ 3 മുഖ്യമന്ത്രിമാരുണ്ട്, 40ഓളം മന്ത്രിമാരുണ്ട്, അതിൻ്റെ ഒരു 10 ഇരട്ടി മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുണ്ട്. ഈ രൂപത്തിലുള്ള ഒരു നരേറ്റീവ് പൊതുപ്രതീതി സൃഷ്ടിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിനും ജനാധിപത്യ മുന്നണിക്കും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് യാഥാർത്ഥ്യം ഇതിന് നേരെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ വന്ന റിസൾട്ടുകളിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷവും വലതുപക്ഷവും ഏകദേശം ഈക്വൽ, ഇഞ്ചോടിഞ്ച് ഫൈറ്റ് എന്ന രൂപത്തിലേക്കുള്ള കാര്യങ്ങളിൽ എത്തപ്പെട്ടിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. അതവിടെ നിൽക്കുമ്പോഴും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സർവേകളിൽ ഞങ്ങൾ ആണ് വിശ്വാസം അർപ്പിക്കുന്നതെങ്കിൽ 33 സീറ്റുകൾ നിങ്ങൾ ഞങ്ങളെ പരാജയപ്പെടുത്തി. അതിനകത്ത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള മുൻ മന്ത്രി എം എം മണി ഉണ്ടായിരുന്നു, പാർട്ടിയുടെ സംസ്ഥാന നേതാവും മുൻ മന്ത്രിയുമായിട്ടുള്ള കടകംപള്ളി ഉണ്ടായിരുന്നു, ഞങ്ങളുടെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം പി രാജീവ് ഉണ്ടായിരുന്നു, പാർട്ടിയുടെ സമുന്നതനായിട്ടുള്ള നേതാവ്, അതുപോലെ തന്നെ ഏറ്റവും ക്രീമായിട്ടുള്ള സ്ഥാനാർത്ഥി ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ് ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും 5-നും 10-നും ശതമാനം വോട്ടുകൾക്കിടയിൽ അന്ന് സർവേകൾ പരാജയപ്പെടുത്തിയ സ്ഥാനാർത്ഥികളായിരുന്നു. എന്നാൽ റിസൾട്ട് വരുന്നപ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? 25,000-നും 30,000-നും ഇടയിൽ വോട്ടുകൾക്ക് ഈ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു വരികയും ഒരുപക്ഷെ രാഷ്ട്രീയ വിദ്യാർത്ഥികളെ അത്ഭുതപ്പെടുത്തുന്ന നിലയിൽ 99 സീറ്റ് നേടി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു തുടർ ഭരണം അന്ന് വരെ ഉണ്ടായിരുന്ന ഒരു പ്രതീതിയുണ്ട്. അതെന്ന് പറയുന്നത് ഒരിക്കൽ ഇടതുപക്ഷമെങ്കിൽ അത് കഴിഞ്ഞാൽ വലതുപക്ഷം. അതിന് അറുതി വരുത്തിക്കൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്ന ഒരു യാഥാർത്ഥ്യം നമുക്ക് മുന്നിലുണ്ട്. ആ യാഥാർത്ഥ്യത്തെ മറച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു പൊതുപ്രതീതി തുടർച്ചയായി സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ 33 പേരെ പരാജയപ്പെടുത്തുന്ന സന്ദർഭത്തിൽ എം എം മണി പറഞ്ഞ ഒരു വാചകമുണ്ട്. അത് ആവർത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 30,000-ൽ കുറഞ്ഞ ഭൂരിപക്ഷം കിട്ടിയില്ല എങ്കിൽ അതൊരു ഒരു വിജയമായിട്ട് പോലും ഞാൻ കണക്കാക്കുന്നില്ല. ഉടുമ്പൻചോലയിലെ അന്നത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള എം എം മണി കേരളത്തിലെ പൊതുമനസാക്ഷിയെ നോക്കി മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ വന്നു നിന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറഞ്ഞ വാചകങ്ങളാണ് ഞാനിവിടെ പ്രോംപ്റ്റ് ചെയ്തത്. ഈ രൂപത്തിൽ കേരളത്തിൽ ഒരു രാഷ്ട്രീയ ചരിത്രം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. 4-ാം തീയതി റിസൾട്ട് വരുമ്പോഴും ഞങ്ങൾ കൃത്യമായ മാർജിനിൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ളൊരു വിജയം കേരളത്തിൽ ഞങ്ങൾ നേടിയെടുക്കും, അത് ഉണ്ടാകും എന്ന് പൂർണ്ണമായും പ്രതീക്ഷ വെക്കുകയാണ്. ഇന്നിപ്പോ മാധ്യമങ്ങൾ ആ പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു പറയുമ്പോൾ കോമ്രേഡ്, ഇതിനകത്തൊരു പ്രശ്നമുള്ളത് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം സയന്റിഫിക് ആയിട്ടുള്ള മെത്തഡോളജി ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒന്നാണല്ലോ.